गणानां त्वा गणपतिगुं हवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणस्पद आन शृण्वन्नोतिभिः सीदसादनम् प्रणो देवी सरस्वती वाजेभिर्वाजिनीवदी धीनामवित्रयवधू गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्युषावहै ॐ शान्ति शान्ति शान्तिः ॐ भूर्भुवः स्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् ॐ भूर्भुवः स्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् ॐ भूर्भुवः स्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् ഓം ശ്രീ സായിരാം. ഇന്ന് അഹല്യ മോക്ഷത്തെക്കുറിച്ച് നമുക്കൊന്ന് കഥ കേട്ടു നോക്കാം. എങ്ങനെയാണ്? ബ്രഹ്മാവിൻ്റെ പുത്രിയാണ് അഹല്യാദേവി. പഞ്ചകന്യകകളിൽ ഒരാൾ അഹല്യയാണ്. ദ്രൗപദി, താര, മണ്ഡോദരി, സീത, അഹല്യ ഇങ്ങനെയാണ് പറയുന്നത്. പഞ്ചകന്യകകളിൽ, അതായത് അത്രയും സീതയുടെ കൂടെയാണ് അഹല്യാദേവിയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്? പക്ഷേ അഹല്യ ശാപം കൊണ്ട് കല്ലായി മാറുന്ന കഥയൊക്കെയാണ് രാമായണത്തിൽ പറയുന്നത്. അത് നമ്മൾ കുറച്ചുകൂടി വിശദമായിട്ട് കേൾക്കുകയാണെങ്കിൽ, അഹല്യ ശാപം എങ്ങനെയാണ് അഹല്യാദേവിക്ക് ശാപം കിട്ടുന്നത്? ഗൗതമ മുനി സന്ധ്യാവന്ദനത്തിന് പോയപ്പോഴേക്കും ഇന്ദ്രൻ ഗൗതമ മുനിയുടെ രൂപം ധരിച്ചാണ് അഹല്യാദേവിയുടെ അടുത്ത് വരുന്നത്. എന്നിട്ടും ശാപം കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. സന്ധ്യാസമയം എന്ന് പറയുന്നത് ത്രിസന്ധ്യ, വൈകിട്ടത്തെ സന്ധ്യ. 3 സന്ധ്യകളുണ്ടെന്ന് ഇന്നലെ പറഞ്ഞു. അതിൽ ആ വൈകിട്ടത്തെ സന്ധ്യയിൽ സന്ധ്യാസമയം എന്ന് പറയുന്നത്, സന്ധ്യാസമയത്താണ് ഹിരണ്യകശിപുവിനെ നരസിംഹം കൊല്ലുന്നത് അല്ലെ വധിക്കുന്നത്. അപ്പോൾ ആ സന്ധ്യാസമയം എന്ന് പറയുന്നത് എപ്പോഴും നാമം ജപിക്കാനായിട്ടുള്ളതാണ്. അല്ലാതെ നാമം ജപിച്ച് ഭക്ഷണം കഴിക്കാനോ ആ സമയത്തൊന്നും കഴിച്ചില്ല. ആ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ അത് വിഷമായിട്ട് മാറും എന്നാണ് പറയുന്നത്. ഇതൊന്നും നമ്മൾ കൊല്ലുന്ന വിഷമാണെന്ന് എടുക്കണ്ട. നമുക്ക് ചിലപ്പോൾ അത് ശരീരത്തിന് വേറെ പോഷണം കിട്ടാത്ത രീതിയിൽ, വേറെ രീതിയിൽ വയറുവേദനയായിട്ടൊക്കെ അഫക്റ്റ് ചെയ്യും എന്ന് പറയും. അപ്പോൾ സന്ധ്യാസമയം എന്ന് പറയുന്നത് ഹിരണ്യകശിപുവിനെ കൊന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് കൂടുതൽ നാമം ജപിച്ച് ഭക്തിയോടെ ഇരിക്കേണ്ട സമയമാണെന്ന് പറയും. അപ്പോൾ അഹല്യാദേവിക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല, അത് ഓർമ്മ വന്നില്ല. അത് ഒരു മായ കൊണ്ടാണ്. ഗൗതമ മുനിയുടെ വേഷം ധരിച്ച് ഇന്ദ്രൻ വന്നപ്പോൾ അഹല്യാദേവിക്ക് മനസ്സിലായില്ല. അപ്പോൾ സന്ധ്യാസമയം എന്തിനുള്ളതാണെന്ന് ഇവിടെ നമുക്ക് പറഞ്ഞു തരാനായിട്ടാണ് അഹല്യാദേവിയുടെ കഥ പറയുന്നത്. പക്ഷേ തനിക്കൊരു തെറ്റുപറ്റി. അപ്പോൾ അഹല്യാദേവി എന്താണ് ചെയ്തത്? പാറയായിപ്പോയി. അവിടെ ഇരുന്ന് ശ്രീരാമനാമം ജപിച്ചിങ്ങനെ ഒരുപാട് ജപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കും അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റിപ്പോകാം. അപ്പോൾ നമ്മൾ മറ്റൊരാളിനെ കുറ്റപ്പെടുത്താതെ പാറയായി കഴിഞ്ഞാൽ ആരും എന്തൊക്കെ കിട്ടും? പാറയ്ക്ക് ചവിട്ടും തൊഴിയും എല്ലാം, മഴയും കാറ്റും എല്ലാം അനുഭവിച്ചിരുന്നിട്ട് മനസ്സ് ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചിരുന്നത് കൊണ്ടാണ് ശ്രീരാമൻ അഹല്യാദേവിക്ക് ദർശനം കൊടുക്കുന്നു. രാമോഹം എന്ന് പറഞ്ഞ് ആ പാറയിൽ തൻ്റെ പാദം വയ്ക്കുമ്പോഴത്തേക്ക്. അപ്പോൾ
അത്രയും ഭക്തിയോടെയാണ് ഭഗവാൻ തൻ്റെ പാദം ആ പാറപ്പുറത്ത് വയ്ക്കുന്നത്. രാമോഹം എന്ന് ആരാണെന്ന് പറഞ്ഞുകൊണ്ട് പതിയെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ദേവിക്ക് ശാപമോക്ഷം കിട്ടുന്നു. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി തരാൻ, സന്ധ്യാസമയം എന്തിനുള്ളതാണെന്ന് മനസ്സിലാക്കി തരാനാണ് രാമായണത്തിൽ അഹല്യാദേവിയുടെ ഈ കഥ പറയുന്നത്. ഇനി എപ്പോഴും ദ്രൗപദിക്ക് എങ്ങനെയാണ് ഭക്തി? ദ്രൗപദിയുടെ ഒരു ദിവസം അങ്ങനെ ഒരു കഥയുണ്ട്. ഒരു ദിവസം ഒരു ദിവസം രുക്മിണി ദേവി ശ്രീകൃഷ്ണനോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് ദ്രൗപദിയെ ഇത്രയും ഭഗവാൻ എപ്പോഴും ദ്രൗപദിക്ക് കുന്തി ദേവിക്കൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നാൽ എപ്പോഴും ഭഗവാൻ ഓടിയെത്തുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ തന്നെ പറയും, ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഒരു ദിവസം രുക്മിണി ദേവി ദ്രൗപദിയുടെ തലമുടി ഇങ്ങനെ വിടർത്തി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കൃഷ്ണ 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 എന്ന് എവിടെയോ ചൊല്ലുന്നതായിട്ട് കേൾക്കും. ഇങ്ങനെ ഈ കൃഷ്ണനാമം ഇങ്ങനെ പറയുന്ന കേൾക്കും. അപ്പം അങ്ങനെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ആ ദ്രൗപദി ദേവിയുടെ രോമകൂപങ്ങൾ വരെ കൃഷ്ണ എന്ന് ജപിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ദ്രൗപദി അത്രയും ശക്തമായ ഒരു കഥാപാത്രമായിരുന്നു. ധർമ്മപുത്രർ ചൂതുകളിയിൽ തോറ്റ് തൻ്റെ ഭാര്യയെ പണയപ്പെടുത്തുമ്പോൾ ദ്രൗപദി ചോദിക്കുന്നുണ്ട്, ഒരു അടിമയായി കഴിഞ്ഞ ഒരാളിന് എന്നെ ഇങ്ങനെ പണയം വെക്കാൻ എന്താണ് അധികാരം, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ആളിനെ എന്നെ പണയം വെക്കാൻ പറ്റുക? എന്നിട്ട് ദ്രോണാചാര്യരോടും ഭീഷ്മരോടും എല്ലാം ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാം ഇത് കണ്ടു നിൽക്കുകയല്ലേ, എന്നിട്ട് ഇത്രയും അധർമ്മം നടക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും സൈലൻ്റ് ആയിട്ടിരിക്കാനുള്ളതല്ല, നമ്മളിങ്ങനെ എപ്പോഴും നിശബ്ദതയിലിരിക്കേണ്ട, പ്രതികരിക്കേണ്ടിടത്ത് ശക്തമായി പ്രതികരിക്കുക തന്നെ വേണമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് ദ്രൗപദി. അതുപോലെ സീതാദേവിയും മണ്ഡോദരി ആണെങ്കിൽ രാവണൻ തെറ്റ് ചെയ്യുന്ന സമയത്ത് തൻ്റെ ഭർത്താവിന് ശരിയായ മാർഗം കാണിച്ചു കൊടുക്കുന്നത് മണ്ഡോദരിയാണ്. സീതാദേവി ആരാണെന്നും എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നെല്ലാം ഇങ്ങനെ മണ്ഡോദരി വിവരിച്ച് കേൾക്കുന്നുണ്ട്. പക്ഷേ രാവണൻ അതൊന്നും കേൾക്കാൻ ചെവിക്കൊണ്ടില്ല. അതുകൊണ്ട് മണ്ഡോദരി, ഇപ്പോൾ രാമായണത്തിൽ 4 പേരാണ് പഞ്ചകന്യകളുടെ കൂട്ടത്തിൽ എന്നും അറിയപ്പെടുന്ന രീതിയിൽ 4 കന്യകകളെയാണ് പറയുന്നത്. രാമായണത്തിൽ നിന്നാണ് 4 കഥാപാത്രങ്ങൾ വന്നിരിക്കുന്നത്. ദ്രൗപദി, സീത, മണ്ഡോദരി, താര, അഹല്യ. ആ ക്രമത്തിൽ പറയാം: ദ്രൗപദി, അഹല്യ, സീത, താര, മണ്ഡോദരി. അപ്പോൾ നമ്മൾ ദ്രൗപദിയുടെ കഥ കേട്ടു, അഹല്യ ദേവിയുടെ കഥ കേട്ടു. ഇനി സീതയാണെങ്കിലോ തൻ്റെ കുട്ടികളെ ഏത് രീതിയിൽ വളർത്തണം എന്നെല്ലാം സീതാദേവി ആ കറക്റ്റ് സമയത്ത് തീരുമാനം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്നിപ്രവേശം ചെയ്ത് ശുദ്ധി തെളിയിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേവി അതെല്ലാം പാലിക്കുന്നുണ്ട്. പതിവ്രതാ ധർമ്മങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ കാട്ടിൽ പോകാനായിട്ട് ശ്രീരാമൻ തയ്യാറെടുക്കുമ്പോൾ സീതാദേവി പറയുന്നുണ്ട്, ഞാനാണ് മുമ്പിൽ നടക്കേണ്ടത്, മുമ്പിൽ നടന്ന് ഞാൻ ആ കല്ലും മുള്ളും നടന്ന ആ കാട്ടിലൂടെ ഞാൻ നടന്ന് വഴി കാട്ടിക്കൊള്ളാം എന്ന് പറയും. അതിൽ രാമായണത്തിൽ തന്നെ പറയുന്നു, ജീവാത്മാ പരമാത്മ, ആദ്യം ലക്ഷ്മണനാണ് മുന്നേ പോകുന്നത്, അത് കഴിഞ്ഞ് സീതാദേവി, അത് കഴിഞ്ഞ് രാമൻ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ജീവാത്മാവിനും പരമാത്മാവിനും ഇടയ്ക്ക് യോഗമായ ദേവി. അപ്പോൾ ശക്തമായ ശക്തിയുണ്ടെങ്കിലേ ശിവനുള്ളൂ, ശിവനുണ്ടെങ്കിലേ ശക്തിയുള്ളൂ. അപ്പോൾ ഈ ലളിതാ സഹസ്രനാമം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ ത്രിമൂർത്തികൾക്ക് പോലും ശക്തി കൊടുക്കുന്നത് ലളിതാദേവിയാണെന്ന്. അതായത് ശക്തിയാണ് മറ്റുള്ള എല്ലാ ജീവികളെയും എന്ത് പ്രവർത്തിക്കുന്നതിനുള്ള ശക്തി കൊടുക്കുന്നത് സ്ത്രീകളാണ്. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അതിൻ്റേതായ കഴിവുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത്, എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ നല്ല നല്ല ജോലി കിട്ടി അവരൊക്കെ പോകുമ്പോൾ ഞാൻ വിചാരിക്കും ബോയ്സ് ആണ് നല്ല ശക്തിയെന്ന്. പക്ഷേ അവർക്ക് കായിക ബലമാണ് കൂടുതൽ, മനഃശക്തി എന്ന് പറയുന്നത് സ്ത്രീകൾക്കാണ്. അപ്പോൾ സീതാദേവി പറയുന്നു, ഞാൻ മുമ്പിൽ നടന്നുകൊള്ളാം, പിന്നാലെ അങ്ങ് നടക്കണമെന്ന്. ഇതിന് നമുക്കൊരു തത്വമുണ്ട്. എന്താണ്? നമ്മുടെ വീട്ടിലും ഇതുപോലെ സ്ത്രീകളുണ്ട്. അവർ നമ്മളോട്
നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മളത് ചെവിക്കൊള്ളണം എന്നൊരു സന്ദേശവും കൂടെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ പഞ്ചകന്യകളിൽ സീതയായി. ഇനി അടുത്ത് വരുന്നത് താര. തൻ്റെ ഭർത്താവിനെ ഒളിഞ്ഞിരുന്ന് അമ്പെയ്ത് കൊന്ന ശ്രീരാമനോട് പോലും സംസാരിക്കാൻ നല്ല പാകതയുള്ള ഒരു സ്ത്രീയായിരുന്നു താര എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവ് അങ്ങയുടെ ശത്രുവായിരുന്നില്ല, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് എൻ്റെ ഭർത്താവിനെ മറഞ്ഞിരുന്ന് കൊന്നതെന്ന്. അപ്പോൾ അവിടെ ശ്രീരാമൻ അതിന് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നേതാക്കന്മാരെ പോലെ എന്ത് കേട്ടാലും ചില ചില കാര്യങ്ങൾ സൈലൻ്റായിട്ട് എനിക്ക് ഭഗവാനും അറിയാമെന്നല്ല പറഞ്ഞത്. അവിടെ ശ്രീരാമൻ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. ബാലിക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട്. ആരാണോ തനിക്കെതിരെ യുദ്ധം ചെയ്യുന്നത്, തനിക്ക് നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്യുന്ന ആളിൻ്റെ ശക്തി കൂടി ബാലിക്ക് കിട്ടും എന്നൊരു വരം പണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ശ്രീരാമൻ മറഞ്ഞിരുന്ന് യുദ്ധം ചെയ്തത്. പിന്നെ പറയുന്നുണ്ട്, പുത്രൻ്റെ ഭാര്യ, ഭഗിനി, സഹോദരി, അങ്ങനെ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, സഹോദരൻ്റെ ഭാര്യയോട് എങ്ങനെ പെരുമാറണം, പുത്രഭാര്യയോടെന്ന് എങ്ങനെ പെരുമാറണം, ഓരോ സ്ത്രീകളെയും എങ്ങനെ ബഹുമാനിക്കണം, അതൊക്കെ നിന്റെ ഭർത്താവ് പാലിച്ചില്ല എന്ന് പറഞ്ഞ് താരയ്ക്ക് താരോപദേശം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുത്രൻ്റെ ഭാര്യയെ നമ്മൾ എങ്ങനെ കാണണം, സഹോദരൻ്റെ ഭാര്യയെ എങ്ങനെ കാണണം, മറ്റുള്ള സ്ത്രീകളെ എങ്ങനെ കാണണമെന്നെല്ലാം രാമായണത്തിൽ വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു വരവും കൂടെ കൊടുക്കുന്നു. എൻ്റെ അടുത്ത ജന്മത്തിൽ, അതായത് കൃഷ്ണനായി അവതരിപ്പിക്കുമ്പോൾ ഞാൻ ഇന്ന് ഒളിഞ്ഞു നിന്ന് നിന്റെ ഭർത്താവിൻ്റെ നേർക്ക് അമ്പെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ നിന്റെ ഭർത്താവിന് എന്നെ ഒളിഞ്ഞു നിന്ന് അമ്പെയ്യാനൊരവസരം ഞാൻ തരുന്നുണ്ട് എന്നൊരു വരവും കൂടെ ഭഗവാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാനോട് സംസാരിച്ച് ഭഗവാനിൽ നിന്ന് വരം വാങ്ങിയ ആളായിരുന്നു താര. അതുപോലെയാണ് മണ്ഡോദരി വന്നിട്ട് രാവണനെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ഉപദേശിക്കുമ്പോൾ അടുത്ത് രാവണൻ പറയുന്നുണ്ട്, എന്നെ കൊല്ലാനായിട്ട് അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ ഞാൻ ഇങ്ങനെ വന്ന് അല്ലല്ലോ വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒരു നമ്മൾ ഭക്തി എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഭക്തിയുണ്ട്. നമ്മൾ ദ്വേഷഭക്തി എന്ന് പറയും. അതായിരുന്നു രാവണൻ ഉണ്ടായിരുന്നത്. വിദ്വേഷത്തിലൂടെ, അതായത് കംസൻ എപ്പോഴും കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കുട്ടി അവിടെ ജനിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിൻ്റെ അന്ന് കംസൻ്റെ ഉറക്കം പോയതാണ്. രാത്രിയിലും പകലിലും ഊണിലും ഉറക്കത്തിലും എല്ലാം കൃഷ്ണൻ എന്നെ കൊല്ലാൻ വരുന്നു എന്നിങ്ങനെ വൈരാഗ്യം, ആ ഒരു വൈരാഗ്യം എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ടാത്തൊരവസ്ഥയില്ല, ദ്വേഷഭക്തിയിലോട്ട് കംസൻ അങ്ങനെയാണ് കൃഷ്ണനെ നേടിയത്. അപ്പം ഭക്തി എന്ന് പറയുന്നത് സ്നേഹത്തിൽ, ദാസ്യത്തിലൂടെ പല രീതിയിലുള്ള ഭക്തി നമുക്ക് നേടിയെടുക്കാവുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആണ് രാവണൻ മണ്ഡോദരി പറയുന്നത് അനുസരിക്കാതെ. അപ്പോൾ ഇവിടെ എല്ലാം ഓരോ സൂചനകളുണ്ട്. നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതനുസരിക്കുക തന്നെ വേണം. അല്ലാതെ നമ്മൾ ഇതൊന്നും അല്ല, ഞാൻ പറയുന്നതാണ് ശരി. ചിലപ്പോൾ പറയാറില്ലേ, ഞാൻ പിടിച്ച മുയലിന് 6 or 7 കൊമ്പാണെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴൊക്കെ നമുക്കങ്ങ് സമ്മതിച്ചു കൊടുക്കാമെന്നല്ലാതെ എപ്പോഴും അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് ഇവിടെ ഈ കഥയിലൂടെ മണ്ഡോദരി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ പഞ്ചകന്യകളുടെ കൂട്ടത്തിലാണ് ദ്രൗപദി, അഹല്യ, സീത, താര, മണ്ഡോദരി. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് ഒരു ശക്തി സ്വരൂപമാണ്. അവൾക്ക് എന്തിനേയും അനീതി കാണുമ്പോൾ എതിർക്കാനുള്ള ഒരു ശക്തി അവളുടെ ഉള്ളിലുണ്ട്. എതിർക്കാതിരിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ശക്തി കൂടിപ്പോയോ എന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. ചില കാര്യങ്ങൾ കാണുമ്പോൾ തോന്നും ശക്തി ഇത്രയും വേണ്ടിയിരുന്നില്ല എന്ന്. നമ്മൾ ആർക്കും തുല്യനാണ്, ഇപ്പോൾ ആണിന് തുല്യനാണ് സ്ത്രീ എന്നൊന്നുമല്ല. ആണുങ്ങൾക്ക് കായിക ബലമാണുള്ളത്, മനസ്സുകൊണ്ട് ശക്തി കൂടുതലുള്ളത്. നമ്മളിപ്പോൾ അത് ഇപ്പോൾ എനിക്ക് ചെറുതിലെ ഞാൻ ചിന്തിച്ചിരുന്നു ബോയ്സിനാണ് ശക്തി കൂടുതൽ, അവർക്കാണ് എല്ലാ നേട്ടങ്ങളും കിട്ടുന്നത്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, അമ്മയില്ലാത്ത വീട് കാണുമ്പോൾ എനിക്ക് തോന്നും അമ്മ ഇത്രമാത്രം ശക്തിയാണ് അമ്മയ്ക്കുള്ളതെന്ന് എന്നെ മനസ്സിലാക്കി ചെന്നു ഭഗവാൻ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പഞ്ചകന്യകമാർ. ഇനി സാധാരണ എപ്പോഴും പറയും ഹനുമാന് ഭക്തോത്തമനാണെന്ന് പറയും. ഇതിനൊരു കഥ പറയുന്നത്,
ഈ യുദ്ധമെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ സഭയിൽ രാമനും സീതയും ബാക്കി ആൾക്കാരെല്ലാം ഇരിക്കുമ്പോഴത്തേക്കും സീതാദേവി തന്നെ സഹായിച്ച ആ ഒരു നന്ദി സൂചകമായിട്ട് ഹനുമാന് ഒരു മാല കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു രത്നക്കല്ല് വെച്ച മാലയാണ്. അപ്പോൾ ഇത് നേരെ ഹനുമാൻ വാങ്ങിച്ചിട്ട് ആ മാല ആദ്യം ഒന്ന് പൊട്ടിച്ചിട്ട്, മുത്തുമാലയായിരുന്നു, അപ്പം അതിങ്ങനെ വലിച്ചു പൊട്ടിക്കുക. ആദ്യം ആ മാല വലിച്ചു പൊട്ടിക്കുക, എന്നിട്ട് ഈ ഓരോ മുത്തായിട്ട് എടുത്ത് ഇങ്ങനെ കാതിൽ ചേർത്ത് വെച്ച് നോക്കും. അപ്പോൾ സീതാദേവി വിചാരിക്കും, ഞാൻ ഇത്രയും വില കൂടിയ ഒരു മാല കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് ഹനുമാൻ ഇങ്ങനെ ചെയ്തതെന്ന്. പക്ഷേ അപ്പോൾ സീതാദേവി ചോദിക്കുമ്പോൾ ഹനുമാൻ പറയും, എൻ്റെ പ്രഭുവിൻ്റെ നാമമില്ലാത്തൊരു മാല ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് പറയുന്നിട്ട് സീതാദേവിക്ക് തൻ്റെ രോമം ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കും. ആ രോമം പോലും ഇങ്ങനെ രാമ 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 എന്നിങ്ങനെ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് സീതാദേവിക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് സീതാദേവി ഹനുമാനെ ഭക്തോത്തമൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു തവണ വിഭീഷണൻ ചോദിക്കും, എന്താണ് അവിടെ ഹനുമാനെ ഭക്തോത്തമൻ എന്ന് വിളിക്കുന്നതെന്ന് വിഭീഷണൻ ചോദിക്കും. അപ്പോൾ ഹനുമാൻ പറയും, അതിന് കാരണം എൻ്റെ ചുണ്ടിൽ രാമനാമവും കയ്യിൽ രാമകർമ്മവും, അല്ലെങ്കിൽ കൈകൾ കൊണ്ട് ഞാൻ രാമൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നു, രാമൻ തരുന്ന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ ചുണ്ട് കൊണ്ട് ഞാൻ രാമ രാമ എന്ന് ജപിച്ചുകൊണ്ടിരുന്നു. ഇത് നമുക്ക് നാമജപവും സേവനവും നമ്മൾ ഒരേപോലെ നമ്മുടെ കയ്യിൽ നമ്മൾ അത് പാലിക്കുമ്പോഴാണ് നമുക്ക് രാമനെ കിട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഭഗവാൻ ശ്രീ സത്യസായി ബാബ പറഞ്ഞൊരു കഥയാണ് ഈ വിഭീഷണനും ഹനുമാനും കൂടെയുള്ള ഈ സംഭാഷണം എന്ന് പറയുന്നത്. എന്നിട്ട് ഹനുമാൻ ചോദിക്കുന്നുണ്ട് വിഭീഷണനോട്, സീതാദേവി ഈ കൊട്ടാരത്തിൽ വന്നിട്ട് എത്ര ദിവസമായി? അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തോ? സീതാദേവിയെ സഹായിക്കാൻ ഒന്ന് പോയി കാണുകയെങ്കിലും ചെയ്തോ? യോഗമായ ദേവിയാണ് ആ കൊട്ടാരത്തിൽ വന്നിരിക്കുന്നത്. വെറുതെ അങ്ങനെ ഒരു കാരാഗൃഹത്തിലൊന്നും അല്ല ദേവി കിട്ടുന്ന ഒരു അശോകവനം, അശോക മരമാണ്. അതായത് ശോകം ഉണ്ടാകാത്ത മരത്തിന് താഴെയാണ് ദേവിയെ ഒരുപാട് ദാസിമാരെ കാവൽ നിർത്തിയിട്ടാണ് ദേവിയെ വളരെ എന്നിട്ട് ഇപ്പോൾ ആധുനിക കാലത്ത് അത് പലരും പറയാറുണ്ട്, ഇപ്പോഴത്തെ മനുഷ്യരെ വെച്ച് നോക്കുമ്പോൾ അവിടെ കൊണ്ടിരുത്തിയതല്ലാതെ ആ ഭഗവാൻ അല്ല, രാവണൻ ആ ദേവിയെ ഒന്നും സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സ്പർശിക്കാൻ പറ്റിയത് എപ്പോഴാണ്? താപസ വേഷത്തിൽ വന്നപ്പോഴാണ്, ഒരു തപസ്വിയായിട്ട് വന്നപ്പോഴാണ് ദേവിയെ സ്പർശിക്കാൻ പറ്റിയത്. അപ്പോൾ ഇപ്പോഴുള്ള മനുഷ്യരെ വെച്ച് നോക്കുമ്പോൾ ആ രാവണൻ എത്രയോ മേളിലാണ് എന്ന് പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാകും, രാവണൻ എന്ന് പറഞ്ഞത് ശ്രീരാമനേക്കാൾ തപശക്തിയുള്ള ഒരുപാട് അറിവും രാവണനാണ് ഒരിക്കൽ കൈലാസം എടുത്ത് ഉയർത്തി അമ്മാനമാടിയിട്ടുണ്ട്. അപ്പോൾ കൈലാസം എപ്പോഴും ഭഗവാൻ മഹാദേവൻ എന്ന് പറയുന്നത് തൻ്റെ ശിഷ്യരോട് വളരെയധികം കനിവുള്ള ആളാണ്. അപ്പോൾ അവരെ നമ്മളെപ്പോലെ നമ്മൾ കുട്ടികളെ ചെറിയ വികൃതി കാണിക്കുമ്പോഴൊന്നും നമ്മൾ അവരെ കളിയായിട്ടെടുക്കും. അപ്പോൾ അങ്ങനെ ആ അഹങ്കാരം കൂടിക്കൂടി കൈലാസം എടുത്ത് അമ്മാനമാടുമ്പോഴേക്കും ഭഗവാൻ കുറേയൊക്കെ അവൻ ചെയ്തോട്ടെ എന്ന് വിചാരിക്കും. അവസാനം തൻ്റെ പെരുവിരലൊന്ന് അമർത്തുമ്പോൾ കൈലാസത്തിൻ്റെ അടിയിൽപ്പെട്ട് രാവണൻ ചതഞ്ഞരഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവിടെ നിന്ന് ആ രാവണൻ എഴുതിയുണ്ടാക്കുന്നതാണ് ശിവതാണ്ഡവ സ്തോത്രം. ജടാകടാഹ സംഭ്രമ നിലിംബ നിർച്ഛരീ വിലോലവീചി വല്ലരീ വിരാജമാനമൂർധനീ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ശ്ലോകം, അത് ആ ശിവതാണ്ഡവ സ്തോത്രം എഴുതി ഭഗവാനെ സമർപ്പിച്ച് അവസാനം ഒരുപാട് വരങ്ങളൊക്കെ കിട്ടി. അത്രയും ശക്തിയുള്ള ഇപ്പോൾ കൈലാസം എടുത്ത് അമ്മാനമാടണം, ഭഗവാന്റെ കയ്യിൽ നിന്ന് വില്ലും അമ്പും ശരങ്ങളും ഒക്കെ വാങ്ങിക്കണമെങ്കിൽ അത്രയും തപസ്വിയായിരുന്നു. പക്ഷേ ആ തനിക്ക് കിട്ടിയ തപസ് നല്ല രീതിയിലല്ല ഉപയോഗിച്ചത് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് നാശം സംഭവിക്കുന്നത്. സീതാദേവിക്ക് പണ്ടെപ്പോഴും അങ്ങനെയല്ലേ, സ്വയംവരമായിരുന്നു. സ്വയംവരം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പോലെ കാണുന്നവരെ ചെന്ന് വരിക്കാനല്ല അനുവദിച്ചിരുന്നത്. എല്ലാവരുടെയും സമ്മതത്തോടെ തനിക്ക് അനുരൂപനെന്ന് തോന്നുന്നു അത് ആ നിശ്ചയിച്ച ആളിനെ തന്നെയായിരിക്കും ആ കുട്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ജനക മഹാരാജാവ്
ജനകൻ എന്ന് ജനകനെ രാജർഷി എന്നാണ് പറയുന്നത്. രാജർഷി എന്ന് പറഞ്ഞാൽ രാജാവായിരിക്കുമ്പോഴും ഋഷിയായിരിക്കുന്ന ആളാണ്. അതായത് രാജ്യത്തെ സുഖഭോഗങ്ങളെല്ലാം ആ മനുഷ്യനെ തൊട്ടു തീണ്ടിയിട്ടില്ല. അദ്ദേഹം ശരിക്കും ഒരു ഋഷിയുടെ ജീവിതമായിരുന്നു. രാജ്യം ഭരിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. ദേവന്മാരുടെ എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ മാത്രം ഭജിച്ച് നടക്കുന്നത് കൊണ്ടാണ് നാരദ മുനിയെ വിളിക്കുന്നത് ദേവർഷി എന്നാണ്. ദേവന്മാരിൽ ഋഷിയാണ് നാരദർ. അതുപോലെ രാജാക്കന്മാരിൽ ഋഷിയായിരുന്നു രാജർഷി. അത്രയും കഴിവുള്ള ഒരു അച്ഛൻ്റെ മകളായിട്ടാണ് മകൾ പോലുമല്ല, എങ്ങനെ യാഗഭൂദേശം ഉഴുതപ്പോഴാണ് ആ ചേറിൽ നിന്ന് സീതയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് ദേവിക്ക് സീത എന്ന് പേരിട്ടതെന്ന് പറയാം. അപ്പം അന്ന് സ്വയംവരം എങ്ങനെയാണ് തൻ്റെ ഒരു ദിവസം ഈ രാജകുമാരി കുഞ്ഞായിരിക്കുമ്പോൾ എഴഞ്ഞു നടക്കുമ്പോൾ ഒരു ദിവസം ഈ ശ്രീരാമൻ മുറിച്ച ശൈവചാപത്തിൻ്റെ അടുത്ത് വന്ന് അതിലെ ചെറിയ കുട്ടികളല്ലേ കളിക്കുമ്പോഴത്തേക്കും അത് എങ്ങനെയോ താഴേക്ക് വീഴുമ്പോൾ ഈ ദേവി തൻ്റെ ഇങ്ങനെ കമഴ്ന്ന് കിടക്കുന്ന കുട്ടി ആ കുറുക്ക് കൊണ്ട് തൻ്റെ മുതുക് ഭാഗം കൊണ്ട് പൊന്തിച്ച് പഴയ സ്ഥിതിയിലോട്ട് ആ ചാപം വയ്ക്കുന്നത് ജനക മഹാരാജ ഒരിക്കൽ കാണാനിടയായി. അന്നാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് തനിക്ക് ജനിച്ചിരിക്കുന്നത് ഒരു സാധാരണ കുട്ടിയല്ല എന്ന്. നമ്മളും ഇതുപോലെ നമ്മുടെ മുമ്പിലും നമ്മുടെ കുട്ടികൾ പല കാര്യങ്ങളും പ്രദർശിപ്പിക്കും. പക്ഷെ നമ്മുടെ ആ ഒരു മായ കൊണ്ട് നമുക്കിതൊന്നും തിരിച്ചറിയാൻ പറ്റാതെയായി പോകും. അപ്പോൾ അന്ന് ജനക മഹാരാജാവ് ഋഷിയായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി തനിക്ക് ജനിച്ചിരിക്കുന്നത് ഒരു സാധാരണ കുട്ടിയല്ലെന്നും. അപ്പോൾ ഈ കുട്ടിക്ക് ഭാവിയിൽ ഞാൻ ആരെയാണ് വിശ്വസിച്ച് ഈ കുട്ടിയെ ഏൽപ്പിക്കുക എന്ന് ആലോചിച്ചപ്പോൾ നാരദ മഹർഷി വന്ന് പറയും ഇങ്ങനെ ഇത് ദേവിയോഗമായ ദേവിയാണെന്ന്. ആ ഒരു കൺഫർമേഷനും കിട്ടി. ഇത് ദേവിയെ അപ്പോൾ ജനകൻ അത് മനസ്സിലായി. എന്നിട്ട് തനിക്ക് തോന്നിയതാണോ എന്ന് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒരു ഇത് വരുമ്പോൾ അടുത്ത് നമ്മൾ വായിക്കുന്ന ഒരു പുസ്തകത്തിലോ അറ്റ്ലീസ്റ്റ് ഒരു ടീഷർട്ടിൽ പോലും നമുക്ക് എഴുതി വരുന്നത് അടുത്ത നമ്മുടെ മനസ്സിലെ ചോദ്യത്തിൻ്റെ ഉത്തരമായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മളെ ഡൗട്ട് അടുത്ത് നമ്മളൊരു പ്രഭാഷണം കേൾക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടിയിരിക്കും. അതാണ് ഭഗവാൻ നേരിട്ട് നമുക്ക് തരുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ജനക മഹാരാജാവിന് അത് മനസ്സിലായി. നാരദർ അത് കൺഫേം ചെയ്തു. അപ്പോൾ പിന്നെ ഭഗവാൻ തീരുമാനിക്കുകയാണ് ആരാണോ ഇത്. അപ്പോൾ ദേവി അത്രയും കഴിവുള്ള ആളാണ്. ആ ഒരു ശൈവചാപം എടുത്തുയർത്തി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അപ്പോൾ അതെടുത്തുയർത്തിയത് കൊണ്ട് ഇവൾക്ക് അനുരൂപനായ ഒരു വരനെന്ന് പറയുന്നത് ഈ ശൈവചാപം എടുക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെയാണ് ഈ സ്വയംവരത്തിന് ഇങ്ങനെ ഒരു മത്സരം മനസ്സിൽ തീരുമാനിച്ചു എന്ന് പിന്നീട് പറയുന്നുണ്ട്. ചിന്തിച്ചാൻ ഒരു മത്സരം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. ആരാണോ ഈ ശൈവജാപം എടുത്തുയർത്തുന്നത് ആ ആളിനെ കൊണ്ട് ദേവിയെ വിവാഹം കഴിപ്പിക്കാമെന്ന്. അപ്പോൾ ഇതെല്ലാം ഒരു നിമിത്തങ്ങളാണോ അങ്ങനെ? പക്ഷേ നമുക്ക് മനസ്സിലാകും എല്ലാത്തിനു പിന്നിലും ഒരു കാരണമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം സംഭവിച്ചാലും അതിനൊരു കാരണമുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മളെ ഗുരുക്കന്മാരെല്ലാവരും ഉള്ളത്. ഇത് സാധാരണ പറയും, എത്ര മോശമായിട്ട് സംസാരിക്കുന്ന ഒരാളായാലും ചിലപ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ വളരെ വാസ്തവമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഒരു താമസ സ്വഭാവമുള്ള ഒരാളിന് സാത്വിക ഭാവത്തിലേക്ക് അവർ ചിലപ്പോൾ ഉയർന്നു വന്ന് നമുക്ക് ഉപദേശം തന്നുവെന്ന് വരാമെന്ന് പറയും. അപ്പോൾ ഈ നമ്മുടെ ചുറ്റുപാടും കാണുന്നതെല്ലാമാണ് നമ്മുടെ ഗുരുക്കന്മാർ. നമ്മൾ പിന്നെ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഒരു ചെറിയ കുട്ടിയായിരിക്കും. ഇപ്പോൾ മിക്ക കുട്ടികളും നമ്മൾ പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും, ഞാൻ പറഞ്ഞു എന്നെ ഈ സ്കൂളിലാക്കാൻ, അല്ലെങ്കിൽ മോനെ ഞാൻ എത്ര രൂപ മുടക്കിയിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞാൻ പറഞ്ഞു എന്നെ ആ സ്കൂളിലാക്കാൻ. അപ്പോൾ അവിടെ ആ കുട്ടി പറയുന്നുണ്ട്, ആരാണ് ആ സപ്തർഷികൾ പറഞ്ഞിട്ട് വാത്മീകി രത്നാകരൻ ചെന്ന് ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻ ഉത്തരം, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ എന്നുള്ള ആ ഒരു ഉത്തരമാണ് നമ്മളെ കുട്ടി ഈ പറയുന്നത്. ഞാൻ പറഞ്ഞു എന്നോട് ഈ സ്കൂളിൽ ചേർക്കണം, അതുകൊണ്ടല്ലേ എനിക്ക് മാർക്ക് കുറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തോ ഒരു സ്വാർത്ഥത വെച്ചിട്ടാണ് അവർ ചില സ്കൂളുകളിലൊക്കെ അവരെ കൊണ്ട് ചേർക്കുന്നത്. അപ്പം അവർ പറയാണ്, നിങ്ങൾ കൊണ്ട് ചേർത്തു, ഞാൻ പഠിക്കുന്നില്ല, ആ നാണക്കേട് നിങ്ങൾ സഹിച്ചോ എന്ന് നമ്മളടുത്ത് ഇൻഡയറക്റ്റായിട്ട്. അപ്പോൾ ഈ നമ്മളെ ചുറ്റും കാണുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും യോജിച്ച സാധനങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. നമുക്ക് ഏറ്റവും യോജിച്ച
ഭർത്താവായാലും കുട്ടികളായാലും അച്ഛനായാലും അമ്മയായാലും നമുക്ക് ഏറ്റവും യോജിച്ചത് ഈ ഭൂമിയിൽ നമുക്ക് യോജിച്ച സാധനങ്ങളാണ് കൊണ്ട് തന്നിരിക്കുന്നത്. നമ്മുടെ ചുറ്റും കാണുന്ന സുഖ സൗകര്യങ്ങൾ ഭഗവാൻ നമുക്ക് അറിഞ്ഞു തന്നതാണ്. ഭക്തിപൂർവ്വം അത് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരിക്കൽ ഒരു ഗുരുവിനോട് ശിഷ്യനോട്, പണ്ടൊക്കെ ഗുരുകുല സമ്പ്രദായമാണ്, അപ്പോൾ പഠനം കഴിഞ്ഞിട്ട് ശിഷ്യൻ എന്തെങ്കിലും ഒരു ഗുരുദക്ഷിണ കൊടുക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു ശിഷ്യനോട് ഗുരു പറയും, ഈ ഭൂമിയിൽ നിന്ന് ഒരു ഉപയോഗവും ഇല്ലാത്ത ഒരു സസ്യം കൊണ്ടുവരാൻ പറയും. ഒരു ചെടി കൊണ്ടുവരണം, അത് ഒരു ഉപയോഗവും ഇല്ലാത്തതായിരിക്കണം എന്ന് പറഞ്ഞയക്കും. അപ്പോൾ ഈ ശിഷ്യൻ അന്വേഷിച്ചു പോയിട്ട് തിരിച്ചു വന്ന് പറയും, അങ്ങനെ ഒരു ഉപയോഗവുമില്ലാത്ത ഒരു ചെടി പോലും ഞാൻ കണ്ടെത്തിയില്ല എന്ന് പറയും. അതായത് എല്ലാ ഭൂമിയിൽ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ എല്ലാ ജീവികളെയും സൃഷ്ടിച്ചതിന് ശേഷം അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തുകൊണ്ടാണ്? ഇതെല്ലാം ഉണ്ടെങ്കിലേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ. അതേസമയം മനുഷ്യൻ പോയാലുള്ള അവസ്ഥ വിചാരിച്ച് നോക്കൂ, ഒന്നും സംഭവിക്കില്ല. ബാക്കിയുള്ള ജീവികളെല്ലാം സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ഭഗവാനെ ആശ്രയിച്ച് ജീവിച്ചോളൂ അല്ലേ. അതേസമയം മനുഷ്യനാണ് വെട്ടിപ്പിടിക്കാനും തട്ടിയെടുക്കാനും എല്ലാം ഉള്ള ശ്രമം നടത്തുന്നത്. അപ്പോൾ ഒരു കാക്കയ്ക്കും പൂച്ചയ്ക്കും ഏത് ജീവിക്കും അറിയാം ഒരു പഴം കഴിച്ചാൽ അത് തനിക്ക് നല്ലതിനാണോ ചീത്തയാണോ എന്ന്. പക്ഷെ മനുഷ്യനാണെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരാൾ പോയി അതിനെ കുറേ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയാണ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് പറ്റിയതാണോ എന്ന്. അപ്പോൾ നമ്മളെപ്പോഴും പ്രകൃതിയിൽ നിന്ന് അകന്നകന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭൂമിയിൽ നമുക്കുള്ള ഒരു വസ്തു, അപ്പോൾ നമ്മൾ ചില സാധനങ്ങളൊക്കെ, ഇപ്പോൾ വേപ്പ്, നമ്മൾ വിചാരിക്കും എന്തൊരു കയ്പ്പാണ് ആ മരത്തിന്. പക്ഷെ രാവിലെ ഒരു ചെറിയൊരു ഗുളിക പരുവത്തിന് വേപ്പ് കഴിച്ചാൽ നമ്മൾ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. നല്ല രോഗപ്രതിരോധ ശേഷി, നല്ല പനിയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഈ പട്ടത്തെ മുത്തശ്ശിമാരും ഒക്കെ ഇങ്ങനെ ഈ വേപ്പ് ചെറുതായിട്ട് അരച്ച് ഉരുള ഉരുട്ടി കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഒരു ചെടിയാണ് നമ്മൾ മുരിങ്ങ നമ്മൾ പലപ്പോഴും ഉപേക്ഷിച്ച് കളയും. പക്ഷെ മുരിങ്ങയിലുള്ളതുപോലെ വിറ്റാമിൻ എ വേറെ ഇല്ലെന്ന് പറയും. അപ്പോൾ പനി വരുന്ന സമയത്ത് നമ്മളിത് പുട്ടിൽ ഏത് സാധനത്തിൻ്റെ ഇടയിൽ ഇതുകൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ശക്തിയുള്ള. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഭൂമിയിൽ ഇപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടതെന്ന് പറയും. ഇപ്പോൾ ഒരു ഗുരുവാണെങ്കിൽ 2 ശിഷ്യന്മാരെ ഇങ്ങനെ ഒരേ ചോദ്യം പറഞ്ഞിട്ടയക്കും. നീ പോകുന്ന 10 പേരെ, അവരുടെ ഗുണം ഉള്ള എന്തെങ്കിലും ഗുണങ്ങളുള്ള ഒരു 10 പേരെ കണ്ടുപിടിച്ച് അവരോട് സംസാരിച്ചിട്ട് വരാനായിട്ട് ഒരു ഗുരു ശിഷ്യനെ അയക്കും. 2 പേരെ അയക്കും. അപ്പോൾ ഒരു ശിഷ്യൻ വന്ന് പറയും, ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലും ഞാൻ നല്ലതായിട്ട് കണ്ടില്ല, ഒരു കഴിവുള്ള അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനെ എനിക്ക് കണ്ടു കിട്ടിയില്ല എന്ന് പറയും. അതേസമയം മറ്റേ ശിഷ്യൻ വന്ന് പറയും, ആയിരക്കണക്കിന് നല്ല മനുഷ്യരെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. എൻ്റെ ഗുരു എനിക്ക് തന്ന ഒരു വലിയ അവസരമായിരുന്നു. ഇവരെയൊക്കെ ഇങ്ങനെ കാണാൻ ഒരു അവസരം ഗുരു തന്നതിനോട് നന്ദി പറയും. അപ്പോൾ 2 പേരും പോയത് ഒരേ വഴിക്കാണ്, ഒരേ കാര്യമാണ് ഏൽപ്പിച്ചത്. ഒരാൾ ആരുമില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു, ഒരാൾ 100 കണക്കിനുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണോ അതാണ് നമ്മൾ പ്രതിഫലിച്ച് കാണുന്നതെന്ന് പറയും. റിഫ്ലക്ഷൻ, റിയാക്ഷൻ, റിസൗണ്ട്. അതായത് നമ്മുടെ ഉള്ളിലുള്ളത് പുറത്ത് നമ്മൾ കാണുന്നു. നമ്മളിപ്പോൾ ഒരാളിനോട് പറയും, ചിലരൊക്കെ നമ്മൾ ചിലപ്പോൾ കടുത്ത വാക്കുകളൊക്കെ നമ്മളോട് പ്രയോഗിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അവർക്ക് ആ ഒരു നില വരെ ചിന്തിക്കാൻ കഴിയൂ, അതിൻ്റെ മേളിൽ ചിന്തിക്കാനുള്ള കഴിവ് ഭഗവാൻ അവർക്ക് കൊടുത്തില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. അവരുടെ ഉള്ളിൽ എന്തുണ്ടോ അതാണ് അവർ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി റിസൗണ്ട്. ഒരു ദിവസം ഒരു കുട്ടി ഒരു മലയുടെ അടുത്ത് ചെന്ന് നിന്നിട്ട് കുറേ മോശം വാക്കുകളെല്ലാം പറയും. അപ്പോൾ തിരിച്ചു വന്നിട്ട് ആ കുട്ടി തന്നെ അമ്മയടുത്ത് പറയും, അമ്മ, ഞാൻ ആ മലയുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചപ്പോൾ എന്നോട് വളരെ മോശമായിട്ട് കുറേ വാക്കുകൾ എൻ്റെ അടുത്തേക്ക് അവിടെ നിന്ന് ആരോ തിരിച്ച് സംസാരിക്കുന്നു എന്ന് പറയും. അപ്പോൾ അമ്മ തിരിച്ചയച്ചിട്ട് പറയും, മോൻ അവിടെ ചെന്ന് നല്ല വാക്കുകളെല്ലാം പറയാൻ പറയും. അവിടെ ചെന്ന് നിന്ന് നല്ല വാക്കുകൾ പറയുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് മനസ്സിലാകും. അപ്പോൾ അത് പ്രാക്ടിക്കലായിരുന്നു. അവിടെ ചെന്ന് നിന്ന് ഈ കുട്ടി സംസാരിക്കുമ്പോൾ തിരിച്ചും നല്ല വാക്കുകൾ വരും.
നല്ല നല്ല വാക്കുകൾ. അതെന്താണ്? ആ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു. ഈ കുട്ടി എന്താണോ അവിടേക്ക് വിളിച്ച് പറഞ്ഞത് അത് തിരിച്ച് ആ കുട്ടിയുടെ അടുത്തേക്ക് വന്നതായിരുന്നു. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളേ ഉള്ളൂ എന്ന് ഭഗവാൻ ബാബ പറയും. റിഫ്ലക്ഷൻ, റിയാക്ഷൻ, റിസൗണ്ട്. ഇനി റിയാക്ഷനെ കുറിച്ച് പഠിക്കാം. നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു റിയാക്ഷൻ ഉണ്ട് അല്ലേ? നമ്മൾ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിലായിരിക്കും. മോശം കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ ആ മോശമായിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും നമ്മൾക്ക് കിട്ടുക. അപ്പോൾ ഈ 3 R's, അത് റിഫ്ലക്ഷനിലെ R, റിയാക്ഷനിലെ R, റിസൗണ്ടിലെ R, ഈ 3 R'കൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ജീവിതം ഭദ്രമാകുമെന്ന് ഭഗവാൻ ബാബ പറയുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴാണ് നമ്മൾ മോശമായിട്ട് ഒരാളിനോടൊരു വാക്ക് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ തിരിച്ചും അത് തന്നെ നമുക്ക് കിട്ടുന്നതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ പറയും. എപ്പോഴും നമ്മൾ എന്ത് കിട്ടിയാലും നമ്മളിപ്പോൾ ഭക്തിയിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന നിർദ്ദേശമാണ്, നമ്മളെ എതിരെ നിൽക്കുന്ന ആൾ എത്ര മോശം വാക്ക് പറഞ്ഞാലും നമ്മൾ അങ്ങ് ക്ഷമിക്കാൻ തയ്യാറാവണം എന്ന് പറയും. രണ്ടുപേരും സംസാരിക്കുമ്പോഴാണ് അതൊരു വലിയ വഴക്കാകുന്നത്. അപ്പോൾ നമ്മൾ അത് സഹിക്കാൻ പറയും. പക്ഷേ അതിന് ഒരു പരിധിയുണ്ട്. അതിന് മേളിൽ നമ്മൾ സഹിക്കേണ്ട ആവശ്യമില്ലെന്നുള്ളൊരു കഥ കൂടെ പറഞ്ഞിട്ട് നിർത്താം. അത് പറയുന്നത്, ഒരു ദിവസം ഒരു സർപ്പം, കുറേ കുട്ടികളുണ്ട്. ആ കുട്ടികളെ അന്വേഷിച്ചൊരു സർപ്പം വരും. അപ്പോൾ ആ കുട്ടികളോട്, ആ സർപ്പത്തിനോട് അതുവഴി വന്ന ഒരു മഹർഷി പറയും, നിങ്ങൾ അങ്ങ് സർപ്പത്തിനോട് പറയും, നീ അത് വകവെക്കേണ്ട, ഒന്ന് ക്ഷമിച്ചു കൊള്ളണമെന്ന് പറഞ്ഞിട്ട് പോകും. കുറേ ദിവസം കഴിഞ്ഞ് അതേ വഴിയിലൂടെ ആ മഹർഷി വരുമ്പോഴത്തേക്കും ഈ സർപ്പം ഒരു ചാകാറായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ മഹർഷി ചോദിക്കും, നിന്നോട് ഞാൻ ആവശ്യമില്ലാതെ പ്രതികരിക്കേണ്ട എന്നാണ് പറഞ്ഞത്. ആവശ്യത്തിന് നീ പ്രതികരിക്കണം. അപ്പോൾ തൻ്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് തോന്നുമ്പോൾ നമ്മൾ പ്രതികരിച്ച് തുടങ്ങണം എന്നുകൂടി. അപ്പോൾ പ്രതികരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? നമ്മൾ ബാക്കിയുള്ളവർ നമുക്ക് നന്മ ചെയ്തു തരുമ്പോൾ അത് ഹൃദയത്തിലെടുക്കുക. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഹൃദയം കൊണ്ട് ചെയ്യുക. പക്ഷേ നമ്മൾ ഒരാളോട് വൈരാഗ്യം വയ്ക്കുമ്പോൾ ഹൃദയത്തിൽ തട്ടാതെ വെറും ചുണ്ടിൽ മാത്രം തട്ടി നമ്മൾ പ്രതികരിക്കണം എന്ന് പറയും. ഒരിക്കൽ നമ്മൾ ഹൃദയം കൊണ്ട് അവരോട് എതിർത്ത് സംസാരിക്കരുത്. നമ്മൾ അത്രയും സാധനം എടുക്കുന്നവരാണെങ്കിൽ അത് സത്യമായി ഭവിക്കുന്നു. നമ്മൾ ആദ്യം ഈ നാമവും പൂജയും എല്ലാം പഠിപ്പിച്ചു തന്നത് നമ്മുടെ ഗുരു പറഞ്ഞു തരുന്ന കാര്യമാണ്. നിങ്ങൾ പ്രതികരിക്കാൻ പോകരുത്, വാശി വൈരാഗ്യം ഒന്നും വയ്ക്കാൻ പോകരുത്. കാരണം നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ അത് നടന്നു പോകും. അതുകൊണ്ടാണ് പലപ്പോഴും പല ഗുരുക്കന്മാരും ഒന്നും അധികം ആർക്കും പറഞ്ഞു കൊടുക്കാത്തത്. എന്ന് വെച്ചാൽ അത് വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കണം. അത് അത്രയും യോഗ്യതയുള്ള ഒരാളിന് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനാണ് അദ്ദേഹം അത് പകർന്നു കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കേട്ടത് ഈ ഒരു പോയിന്റ് മനസ്സിൽ വയ്ക്കുക. റിഫ്ലക്ഷൻ, റിയാക്ഷൻ, റിസൗണ്ട്. പിന്നെ ഈ ഒരു കാര്യം കൂടെ പറയാം. ബുദ്ധൻ്റെ ഒരു കഥ പറയുന്നതാണ്. ഒരു ദിവസം ബുദ്ധൻ്റെ അടുത്ത് ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് പറയും, ഈ കുട്ടി ഒരുപാട് പഞ്ചസാര കഴിക്കുന്നുണ്ട്, ആ കുട്ടിയെ ഒന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരമ്മ ഒരു കുട്ടിയെയും കൊണ്ടുവരും. അപ്പോൾ ബുദ്ധൻ പറയും, 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറയും. അപ്പോൾ എന്താണ് കാര്യം? 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ആ കുട്ടിയോട് പറയും, പഞ്ചസാര കഴിക്കരുത്, അത് ദോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിച്ചു കൊടുക്കും. അപ്പോൾ ഈ അമ്മ ചോദിക്കും, അങ്ങ് എന്തുകൊണ്ടാണ് 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ബുദ്ധൻ പറയും, ഞാൻ ഒരുപാട് പഞ്ചസാര കഴിക്കുമായിരുന്നു. അപ്പോൾ ഒരാളെ ഉപദേശിക്കണമെങ്കിൽ ഞാൻ അത് നിർത്തിയിട്ട് വേണം അവരോട് ഉപദേശിക്കാൻ. അപ്പോൾ നമ്മൾ കുട്ടികളോട് പറയുകയാണ്, മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ ആദ്യം മൊബൈൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ അവരും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാതിരിക്കുക. അതുപോലെ നമ്മൾ ആദ്യം ജപിക്കുക, പിന്നീട് അവരോട് ജപിക്കാൻ പറയുക. അപ്പോൾ എപ്പോഴും ഈ എത്ര ഗുരുക്കന്മാരുണ്ടായാലും ഈ ലോകം നന്നാവാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഗുരു പറയുന്നത് നമ്മൾ പാലിക്കാതിരിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ പറയുന്നത് വാക്കുകളിൽ മാത്രം ഒതുങ്ങി പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ ചെപ്പിനിട്ട് ചെസ്താരെ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ബാബ തൻ്റെ കുട്ടിക്കാലത്ത് 6 or 7 വയസ്സിൽ ചെയ്യുന്ന ഒരു നാടകമാണ്. സ്വയം അദ്ദേഹം എഴുതി ഉണ്ടാക്കിയ ഒരു കഥയാണ്. അതായത് ആദ്യം ഒരു അച്ഛൻ വന്ന് കുറേ കാര്യങ്ങൾ ഉപദേശിക്കുന്നു. അത് തൊട്ടടുത്ത നിമിഷം ഇപ്പോൾ ഒരാൾ ഇങ്ങനെ സംസാരിക്കുകയാണ്, മറ്റുള്ളവരെ നമ്മൾ സഹായിക്കണം, അത് ഇങ്ങനെ പഠിക്കാനില്ലാത്തവരെയാണ് സഹായിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് തൊട്ടടുത്ത ഒരു കുട്ടി പഠിക്കാൻ ബുക്കില്ല എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ ക്ലാസ്സിലെ അധ്യാപകൻ ആ കുട്ടിയെ ഓടിച്ചു വിടുന്നതായിട്ട് ആണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഈ തത്വമൊക്കെ പറയുന്ന ഒരു ക്ലാസ്സിലിരിക്കുമ്പോഴത്തേക്കും നമ്മളെ
നമ്മളെക്കാൾ ശക്തി കുറഞ്ഞവരെ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ഭൂവുടമയോ അങ്ങനെ ഒരു വലിയ പൊസിഷനിലിരിക്കുന്ന ഒരാൾ കുറേ നോട്ടീസൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ പിന്നെ ഇവിടെ വരുമ്പോൾ അവരെ സഹായിക്കുക. അതേസമയം വേറെ ഒരു കുട്ടി പുസ്തകമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആ കുട്ടിയെ സഹായിക്കാതിരിക്കുക. അപ്പോൾ ബാബ തന്നെ ചോദിക്കുന്നുണ്ട്, അങ്ങ് പറഞ്ഞതല്ലല്ലോ പ്രവർത്തിച്ചതെന്ന്. അപ്പോൾ ആ അധ്യാപകൻ പറയും, ആ പറയുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, അത് പറയല്ലേ പറ്റുള്ളൂ. അന്ന് അദ്ദേഹം അതോടെ ആ ഭഗവാൻ ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ താൻ അവതാരമാണെന്നൊക്കെ പ്രസ്താവിക്കുന്നതിന് മുമ്പ് എഴുതി ഉണ്ടാക്കിയ ഒരു കഥയാണിത്. അപ്പോൾ പറയുന്നത് പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്നത് പറയുക. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും മാറ്റമുണ്ടാക്കാൻ പറ്റുന്നത്. പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. ജയ് സായിരാം.